ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെച്ച് അധികാരത്തിൽ നിന്നൊഴിയണമെന്ന് 58% അധിനിവേശ രാജ്യത്തിലെ പൗരന്മാരും ആഗ്രഹിക്കുന്നുവെന്ന് അഭിപ്രായ സർവേ ഫലം. N12 നടത്തിയ സർവേയിൽ 28% പേർ മാത്രമാണ് നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നത്. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രാജിവെക്കണമെന്ന് 48%വും IDF മേധാവി സ്റ്റാഫ് ഹെർസി ഹലേവി സ്ഥാനമൊഴിയണമെന്ന് 50% പേരും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻ ബെറ്റ് തലവൻ റോനൻ ബാർ രാജിവെക്കണമെന്ന് 56% പേരും സർവേയിൽ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കണമെന്ന് 54% ആളുകൾ അഭിപ്രായപ്പെടുമ്പോൾ മന്ത്രിമാരായ ബെന്നി ഗാൻസും ഗാഡി ഈസൻകോടും ഉടൻ സ്ഥാനമൊഴിയണമെന്ന് 37% പേരും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബെന്നി ഗാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി 31 സീറ്റ് നേടുമ്പോൾ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 18 സീറ്റ് മാത്രമേ ലഭിക്കൂവെന്നും സർവേ പറയുന്നു. യേഷ് ആറ്റിഡിന് 15 സീറ്റും ഷാസ് ഇസ്രായേൽ ബെയ്ത്തനും ഒസ്മ യഹൂദിത്ത് എന്നീ പാർട്ടികൾ 10 സീറ്റ് വീതം നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. നിലവിൽ ഭരണം നടത്തുന്ന നെതന്യാഹു സഖ്യത്തിന് 50 സീറ്റും ഗാൻഡ് യെയിർ ലാപിഡ് സഖ്യത്തിന് 65 സീറ്റും ലഭിക്കുമെന്നും സർവേ അഭിപ്രായപ്പെട്ടു. അതേസമയം ഗസയിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര ധാരണകളും ലംഘിച്ച് നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഒഴിവാക്കിയിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിലാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയുടെ പ്രഖ്യാപനമുണ്ടായത്. വംശഹത്യാ സർക്കാർ എന്നാണ് നെതന്യാഹു ഭരണകൂടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും മുറിക്കുകയാണെന്ന് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും ഒരു പ്രസിഡന്റുമാണ് ഇസ്രായേലിലേത്. തലസ്ഥാനമായ ബോഗോട്ടയിൽ സംസാരിക്കവേ ഗുസ്താവോ പെട്രോ പറഞ്ഞു. ഗസയിലെ അതിക്രമത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ നിഷ്ക്രിയത്വത്തിനു മുന്നിൽ ഒരു ജനത പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ മരിച്ചാൽ ലോകത്തെ മനുഷ്യത്വം മരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇടതുപക്ഷക്കാരനായ പെട്രോ 2022 കൊളംബിയയുടെ പ്രസിഡന്റായത്. തെക്കേ അമേരിക്കയിൽ ഇസ്രായേലിന്റെ പ്രധാന വിമർശകരിൽ ഒരാളാണ് പെട്രോ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ജൂതരിലെ നാസികളുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഗസ അധിനിവേശത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു. ഗസയിൽ മനുഷ്യമൃഗങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെന്ന ഗാലന്റിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയായിരുന്നു കൊളംബിയയുടെ വിമർശനം. ഇതിനു പിന്നാലെ കൊളംബിയയിലേക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേൽ ഗസയിൽ വംശഹത്യയാണ് നടത്തുന്നതെന്ന് ആക്രമണം തുടങ്ങി ഒരു മാസം പിന്നിട്ടപ്പോൾ ഗുസ്താവോ പെട്രോ വിമർശിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ഗസയിൽ ഭക്ഷണത്തിനായി വരി നിന്നവരുടെ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം നാസികളുടെ കൂട്ടക്കൊലയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പെട്രോ വിമർശിച്ചു. ഇതിനു പിന്നാലെ ഇസ്രായേലിൽ നിന്നുള്ള ആയുധം വാങ്ങലും കൊളംബിയ നിർത്തിവെച്ചു. ഗസയിലെ റഫയിൽ ഇസ്രായേൽ ക്രൂരമായ കരയാക്രമണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് കൊളംബിയൻ പ്രസിഡന്റ് നയതന്ത്ര ബന്ധം മുറിച്ചിരിക്കുന്നത്. ഗസയിൽ മാസങ്ങളായി തുടരുന്ന മനുഷ്യത്വരഹിത ആക്രമണത്തിൽ 34,500-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. Waytonikah.com, the exclusive Muslim matrimonial site.